എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് TG മോഹൻദാസിന്റെ വീട്ടിലേക്ക് പോലീസ് എത്താത്തത്? എന്തുകൊണ്ടാണ് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് TG മോഹൻദാസിന്റെ വീട്ടിൽ പോലീസ് എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സായികുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അങ്ങനെ നീണ്ട 11 ദിവസത്തെ ഇടവേളകൾക്ക് ശേഷം TG മോഹൻദാസ് എന്ന് പറയുന്ന RSS അടിമയുടെ വീട്ടിലേക്ക് കേരള പോലീസ് ചെന്നെത്തിയിരിക്കുകയാണ്. ഈ കാര്യം പറയുമ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന UDFന്റെ ഒരു സാരഥി, നല്ല കർമ്മനിരതനായിട്ടുള്ള ഒരു സാരഥി, അദ്ദേഹം പറഞ്ഞൊരു ചെറിയ കാര്യം കൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ പിണറായി വിജയൻ അല്ല ഇവിടെ ഇപ്പോൾ ആഭ്യന്തരം ഭരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പിണറായി വിജയന്റെ കഴിവുകേട് മൂലം പലരും രക്ഷപ്പെട്ടു പോയിട്ടുള്ളതുപോലെ ആയിരിക്കില്ല ഇനി മുതൽ ആഭ്യന്തരം. കാരണം പിണറായി അല്ലല്ലോ RC തീരുമാനിക്കും എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, അതെല്ലാം കൃത്യമായിട്ട് ബോധ്യമുള്ള നമ്മുടെയൊക്കെ രമേശ് ചെന്നിത്തലയാണ് എല്ലാ കാര്യങ്ങളെ പറ്റിയും തീരുമാനിക്കുന്നതെന്നാണ് പെണ്ണുപിടിയനായിട്ടുള്ള, വെടിവെപ്പ് വീരനായിട്ടുള്ള, വീരപ്പനായിട്ടുള്ള, UDFന്റെ അടിമയായിട്ടുള്ള, UDF പാർട്ടിയിൽ പോലും ആർക്കും കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത മാങ്കൂട്ടം എന്ന് പറയുന്ന ബ്രോയിലർ കോഴി പറയുന്നത്. അർജുനായങ്കിയുടെ അറസ്റ്റിൽ അർജുനായങ്കിയെ പോലീസ് കൊണ്ടുപോയി എന്നറിഞ്ഞ ആ മാത്രയിൽ തന്നെ ഈ കമ്മ്യൂണിസ്റ്റിനെയും അതേപോലെ തന്നെ പിണറായി വിജയനെയും അങ്ങ് വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തി. ഈ കേരളത്തിൽ ഇന്നിപ്പോൾ ഭരിക്കുന്നത് പിണറായി വിജയൻ അല്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, അർജുനായങ്കി അങ്ങ് പിടിച്ചകത്തിട്ടിട്ടുണ്ടെന്ന്. എടാ, ഇത് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാടാ മോനെ ഉള്ളത്? ഞാൻ എടുത്തു ചോദിക്കട്ടെ, നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നിന്നെ വെടിവെപ്പിനും ഗർഭചിത്രം നടത്തിയതിനും പിടിച്ചകത്തിട്ടതുപോലെ അല്ല അർജുനായങ്കിയെ പിടിച്ചകത്തിട്ടത്. അർജുനായങ്കി നല്ല ധീരനായിട്ടുള്ള, ആണത്തമുള്ള ഒരു മനുഷ്യനായിട്ട് തന്നെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറിപ്പോയത്. അയാൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ അയാൾ ചെയ്തിട്ടില്ല എന്ന് പോലീസ് ചെയ്തുവെന്ന് വരുത്തി തീർത്തതാണെന്ന് അയാൾ പറഞ്ഞതാണ് അയാൾ ചെയ്ത തെറ്റ്. അതിന്റെ പേരിൽ അയാളെ വീണ്ടും വേട്ടയാടാൻ വേണ്ടി നമ്മുടെ ഈ പോലീസും നമ്മുടെ ആഭ്യന്തരവും എല്ലാം കൂടി തുനിഞ്ഞപ്പോൾ അദ്ദേഹം ആ ഫേസ്ബുക്കിൽ കൂടിയും സോഷ്യൽ മീഡിയകളിൽ കൂടിയും എല്ലാം പോലീസിനെതിരെ മുറവിളി കൂട്ടി. അത് അയാൾ ചെയ്ത വലിയ തെറ്റ് തന്നെയാണ്, തെറ്റല്ലെന്ന് ഞാൻ പറയുന്നില്ല. സൈബർ ബുള്ളിങ്, അത് പോലീസിനെ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കുക എന്ന് പറയുന്ന വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ ഇതൊരു രാജഭരണകാലമല്ലാത്തത് കൊണ്ട് തന്നെയും തനിക്കെതിരെ ആരക്രമം ഉയർത്തുന്നു, അത് പോലീസായാലും കോടതിയാണെങ്കിലും ആരാണെങ്കിലും അതിനെതിരെ അതിശക്തമായിട്ട് പ്രതികരിക്കണം എന്ന് തന്നെയാണ് എൻ്റെയും തീരുമാനം. അല്ലെ, അങ്ങനെ തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അയാൾക്കെതിരെ മുൻപുണ്ടായിരുന്ന കേസുകളിൽ, അയാളെ കോടതി വെറുതെ വിട്ട കേസുകളിൽ വീണ്ടും അയാളെ പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആഭ്യന്തര വകുപ്പിന് വലിയൊരു പ്രഷർ ഉണ്ടാവുന്നു. അങ്ങനെ ആ പ്രഷറിൻ്റെ പുറത്ത് അയാളെ പോയി അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടിക്കളിക്കുന്നു. അപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മത്സ്യത്തൊഴിലാളികളുടെ ആ ഒരു കുടുംബം പെരുവഴിയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. അവരെ പറ്റി അന്വേഷിക്കാനോ അവരുടെ അവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാനോ, അവർ ജീവനോടെ ഉണ്ടോ അതോ ഇനി ജീവനോടെ ഇല്ലേ, അവരുടെ ബോഡി എവിടെയാണ് അല്ലെങ്കിൽ അവരെവിടെയാണ്, ഇതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കാനായിട്ട് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാന വ്യവസ്ഥയ്ക്കും നീതിന്യായ വ്യവസ്ഥയ്ക്കും സാധിക്കുന്നില്ല. പിണറായി വിജയന്റെ പാർട്ടിയോട് അടുപ്പമുണ്ട് എന്നുള്ള ഒറ്റ കാരണത്താലാണോ അർജുനായങ്കി അറസ്റ്റ് ചെയ്ത് ഇപ്പോഴും അകത്തിട്ടിരിക്കുന്നത് നമ്മൾ ചോദിക്കേണ്ടി വരും. TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഞാനടക്കമുള്ള എല്ലാ ആളുകളും RCയെ അഭിനന്ദിച്ചതാണ്, അല്ലെങ്കിൽ അവർക്കൊരു ബിഗ് സല്യൂട്ട് നൽകിയതാണ്. കാരണം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക എന്നൊക്കെ പറയുന്ന വലിയൊരു കാര്യം തന്നെയാണ്. അറ്റ് ദി സെയിം ടൈം ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. എന്നാൽ ഈ TG മോഹൻദാസിനെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ അത് RCയുടെയും ആഭ്യന്തര വകുപ്പിൻ്റെയും നമ്മുടെ പൂക്കികളുടെയും ഒക്കെ കഴിവുകേടായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുതന്നെയാണല്ലോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ആദ്യം അഭിനന്ദിച്ചുവെങ്കിലും രണ്ടാമത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ പ്രാവർത്തികമായിരിക്കുകയാണ്. ഇതിങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നേ. മോദി ഭരിക്കുന്ന രാജ്യത്ത്, മോദി ഭരിക്കുന്ന കേരളത്തിൽ ഇതല്ല ഇതിൻ്റെ അപ്പുറവും ഉണ്ടാകുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. രാഹുൽ മാങ്കൂട്ടം വന്ന് മെഴുകിയത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ TG മോഹൻദാസിനെ വെറുതെ വിടാനായിട്ട് കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ വെനൻ TV വലിയൊരു വിഷമവുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് വായിച്ച് കേൾപ്പിക്കാം. വേട്ടയാടി തീർന്നില്ലേ കേരള പോലീസെ, കൂടുതൽ വകുപ്പുകൾ ചുമത്തി, TG മോഹൻദാസിനെ കുരുക്കാൻ ആസൂത്രിതമായിട്ടുള്ള നീക്കം. അയ്യോ, വെനൻ TVക്ക് അങ്ങ് കൊണ്ടല്ലേ. ഈ രാമക്ഷേത്രത്തിലെ കൊള്ളയെ പറ്റി ഒന്നും പ്രതിപാദിക്കാത്ത ഒരു ചാനലാണല്ലോ നിങ്ങളുടെ വെനൻ TV. ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രം ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ചാനലായിട്ട് തന്നെ വെനൻ TV വർക്ക് ചെയ്യാനുള്ള, അങ്ങനെ തന്നെ വേണം. ഒരു PR ടീം നല്ല രീതിയിൽ വർക്ക് ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. വേട്ടയാടാൻ മാത്രം ഉണ്ടോ ഈ കിളവൻ? ഇവനെ ഒന്ന് നേരാൻ വണ്ണം ആരെങ്കിലും നിന്ന് വളി വിട്ട് കഴിഞ്ഞാൽ അവിടെ പോയി വീണ് കിടക്കും അവൻ. അതിനുള്ള ഒരു ആരോഗ്യം പോലും ആംബിയർ പോലും അവനില്ലെന്നേ. പിന്നെ വേറെയും പോസ്റ്റുകളുണ്ട് കേട്ടോ, ഞാൻ വായിച്ച് കേൾപ്പിക്കാം. TG മോഹൻദാസിന്റെ ജാമ്യം പ്രായവും ആരോഗ്യവും പരിഗണിച്ച് സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുതെന്ന് കോടതി. ഓക്കെ, അണ്ണം പറഞ്ഞു ഞാൻ ഏർപ്പെടുന്നില്ല, ഞാൻ അതങ്ങ് വിട്ടേക്കാം, ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് ഒരു പോസ്റ്റ്, പ്രായം 71, സ്ട്രോക്ക് വന്നിട്ടുണ്ട്, സോറിയാസിസിനും പാർക്കിൻസൺസും ഉൾപ്പെടെ ഗുരുതര അസുഖമുണ്ട്, ജാമ്യാപേക്ഷയിൽ TG മോഹൻദാസ്.
പ്രായം 71 സ്ട്രോക്കും വന്നിട്ടുണ്ട്. പിന്നെ സോറിയാസിൻ്റെയൊക്കെ മെഡിസിൻ കഴിക്കുന്നുണ്ട്. പാർക്കിൻസൺസിൻ്റെയൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റിലൊക്കെയാണ് ആൾ. പക്ഷേ ഈ തന്തയില്ലായ്മ വായിൽ നിന്ന് വരുന്നതിന് പ്രായമൊന്നുമില്ലേ മോഹൻദാസ് എന്ന് പറയുന്ന RSSൻ്റെ അടിമേ? നിനക്ക് പ്രായം ചെന്നു എന്നുള്ളതാണ് നീ പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ ജാമ്യാപേക്ഷയിൽ നീ പറഞ്ഞിരിക്കുന്നത്. എടാ കിളവാ, പ്രായമായെങ്കിൽ അത് മനസ്സിലാക്കി വീട്ടിൽ കൊച്ചുമക്കളോടൊപ്പം അല്ലെങ്കിൽ പേരക്കുട്ടികളോടൊപ്പം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവർക്ക് കുറച്ച് കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് രാമായണവും വായിച്ച് വീട്ടിലിരിക്കേണ്ട പ്രായത്തിൽ ഇന്ത്യൻ പൗരന്മാരെ അധിക്ഷേപിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നെ നല്ല രീതിയിൽ തന്നെ വലിച്ചു കീറും. ഇതിപ്പോൾ പിണറായി വിജയനായിരുന്നു ഇവിടെ ഭരിക്കുന്നതെങ്കിൽ നീ പുറം ലോകം കാണത്തില്ലായിരുന്നു എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്കും ഒരു സംശയം കാണില്ല. കാരണം RSSൻ്റെ എത്രയെത്ര അടിമകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നറിയാമോ? BJPയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ ആരെയും അറസ്റ്റ് ചെയ്ത് അവരുടെ ഹുങ്ക് കണ്ടിട്ടോ അവരുടെ ഹോൾഡ് കണ്ടിട്ട് പേടിച്ചിട്ട് അവരെ ജാമ്യത്തിൽ വിട്ടിട്ടൊന്നുമില്ല. അറസ്റ്റ് ചെയ്ത് ഒരു ദിവസം ആ ജയിലിൽ കിടത്തിയിട്ട് തന്നെയാണ് അവരെ വിട്ടിട്ടുള്ളത്. എന്തിനേറെ പറയണം, ഉള്ളി സുരേ എന്ന് പറയുന്ന K. സുരേന്ദ്രനെ അവരെ അറസ്റ്റ് ചെയ്തു. എന്തിനു പറയണം, ശോഭാ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തു. നമ്മുടെ RSSൻ്റെ അല്ലെങ്കിൽ നമ്മുടെ BJPയുടെ അല്ലെങ്കിൽ മറ്റ് പല വിഭാഗത്തിൽപ്പെട്ട എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. ഏറ്റവും അവസാനം പെണ്ണുപിടിയനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ അവരെ അറസ്റ്റ് ചെയ്തു. ഇതൊന്നും അവരുടെ ഹുങ്ക് നോക്കിയിട്ട് അവരെ വെറുതെ വിടാൻ വേണ്ടിയിട്ടായിരുന്നില്ല, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടായിരുന്നില്ല. ജനവികാരം മനസ്സിലാക്കിയായിരുന്നു ഈ സർക്കാർ, അതായത് പിണറായി സർക്കാർ പ്രവർത്തിച്ചത്. എന്നാൽ പൂക്കി സർക്കാർ പ്രവർത്തിക്കുന്ന ആരുടെ വികാരം മനസ്സിലാക്കിയിട്ടാണ്? സംഘികളുടെ വികാരം മനസ്സിലാക്കിയിട്ടാണ്. കാരണം ഞാനിത് പറയാനുണ്ടായ പ്രധാന കാരണം എന്താണെന്നുള്ളത് നമ്മുടെ ഹാഷ്മി പറയുന്ന വാക്കുകളിൽ കൂടി നിങ്ങളത് കേട്ടു നോക്കിയോ. സംഘപരിവാർ സൈദ്ധാന്തികൻ TG മോഹൻദാസ് അകത്തായിരിക്കുന്നു. ഇവിടെ ഭരിക്കുന്നത് വിജയന്റെ പോലീസല്ല, RCയുടെ പോലീസാണ്. ഇവിടെ ഒരു സർക്കാരുണ്ട് സാർ എന്ന മട്ടിലാണ് ഇന്നലത്തോട്ട് സൈബർ തള്ള ഒരു മയത്തിലൊക്കെ വേണം. ആ കുട്ടികളെ വെടിവെച്ചു കൊന്നേനെ, ശവങ്ങൾ വാരി മാറ്റിയേനെ എന്ന അക്രമവർത്താനം മാത്രമായിരുന്നു സംഘബുദ്ധിജീവി തുപ്പിയ വൃത്തികേട്. അവിടെ കൂടിയ പെൺകുട്ടികൾ റേപ്പ് ഇഷ്ടപ്പെടുന്നവരാണെന്ന മട്ടിൽ വൈകൃതവും ഹിംസയും കൂട്ടിക്കൊഴിച്ച് ഫോർത്തറൈറ്റ് നാറുന്ന വാക്കുവാരിയർ ഞാൻ രാത്രി അയാൾ കിടക്കുന്ന തടവറത്തറയിലാണ്. പറഞ്ഞ വൃത്തികേടുകളുടെ ആവർത്തന ന്യായീകരണത്തിന് 10ാം നാളും പിത്തം പിടിച്ച സിസ്റ്റം. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ആയിങ്കിയാണ് എന്ന മട്ടിൽ അടിമുടി റാങ്ക് ആൻഡ് ഫയൽ ഒരു പോലീസ് സംവിധാനം. ഒന്നാകെ ഒരു പയ്യന്റെ പിന്നാലെ കാലിവെന്ത് ഭ്രാന്ത് പിടിച്ചോടിയപ്പോൾ ചോദ്യങ്ങൾ ഉയർന്നപ്പോഴാണ് കെട്ടും കിടതാപ്പോഴും അങ്ങോട്ടേക്ക് താല്പര്യമില്ലാത്തൊരു പോക്ക്. ഞെക്കി ഞെരുങ്ങി മുഖ്യമൂലയാണ് അറസ്റ്റ് രാഖി രാമാനും കിട്ടി. സത്യമല്ലേ? ഞെക്കി ഞെരുങ്ങി മുക്കിമൂലി ഒരു അറസ്റ്റ് ചെയ്യുന്നു. ആ അറസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അയാളെ ജാമ്യത്തിൽ വിടുന്നു. ഇതല്ലേ നമ്മളവിടെ കണ്ടത്? എന്തൊക്കെയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെയോ ചെയ്തു കൂട്ടിയ പ്രഹസനം. അർജുനായിയെ പിടിച്ചത് എല്ലാവരും ചോദ്യം ചെയ്തപ്പോൾ ആ ചോദ്യങ്ങളെ മറയ്ക്കാൻ വേണ്ടിയിട്ട് TG മോഹൻദാസിനെ ഒരു മറയാക്കി ഇവർ ചെയ്തു. ശരിക്കും എനിക്ക് തോന്നുന്നു TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ VD സതീശന് നമ്മുടെ നരേന്ദ്രമോദിയുടെ സൈഡിൽ നിന്ന് ഒരു കോൾ വന്നു കാണും, അല്ലെങ്കിൽ മെസ്സേജ് വന്നു കാണും. മേരെ പ്യാരെ VD സതീശൻ ജെ അറസ്റ്റ് ചെയ്ത് അങ്ങ് വിട്ടേക്കണം, പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ നിൻ്റെ അടപ്പ് ഞാൻ കയറും എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ കോൾ വന്ന് കാണും. അങ്ങനെ വന്നതിൻ്റെ ഫലമായിട്ട് പേടിച്ച് നമ്മുടെ സതീശൻ ജിയും രമേശ് ചെന്നിത്തല ജിയും ഒക്കെ ഓക്കെ ജി ഞങ്ങളിപ്പോൾ വിട്ടേക്കാൻ ജി, ഒരു പ്രശ്നമില്ല ജി, ഓക്കെ ബായ് ജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാർലേ ജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് കോൾ കെട്ടിയത് പോലീസിനെ നേരെ വിളിച്ചിട്ട് എടാ മോനെ വിട്ടേക്കുക, നമുക്ക് ഇത്രയൊക്കെ മതി, നമ്മൾ അറസ്റ്റ് ചെയ്തുമല്ലോ, നമ്മുടെ സൈബർ പോരാളികളുണ്ടല്ലോ അവർ BGM ഒക്കെ കയറി കിട്ടില്ല, മാസ് മ്യൂസിക് ഒക്കെ കയറി കിട്ടുള്ളൂ എന്നേ. അതായത് പിണറായി വിജയന് കഴിഞ്ഞ 10 വർഷങ്ങളിൽ കഴിയാത്തത് നമ്മൾ ചെയ്തു എന്നുള്ളൊരു പേര് നമുക്ക് വരികടാ മക്കളെ, അത് മാത്രം മതി, നമുക്കത് മാത്രം മതി, അതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ട, ഇതിനപ്പുറത്തേക്ക് ഒരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല എന്ന് ചിലപ്പോൾ പോലീസിനെ വിളിച്ച് പറഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കും വിട്ട് കളഞ്ഞ കേട്ടോ. കാരണം പെട്ടെന്നൊരു ദിവസം ഈ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നു, പിന്നീട് പെട്ടെന്ന് ആ ദിവസം തന്നെ തിരിച്ചു വിടുന്നു. സ്റ്റേഷനിൽ ഇരുത്താൻ പോലും പറ്റാതെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തിട്ട് 3 വർഷം വരെ കഠിന തടവ് കിട്ടുന്ന രീതിയിൽ കേസെടുത്തിട്ടും ഇവനെ പെട്ടെന്ന് അങ്ങ് പുറത്തു വിട്ടെന്നേ. അതിന് കോടതി വരെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട്. വാറണ്ട് പോലും ഇല്ലാതെ അറസ്റ്റ് ചെയ്തു. കോടതി വിധിയെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കോടതി എന്ന് പറയുന്നത് നമ്മുടെ അവസാന വാക്കാണ്, നീതിന്യായ വ്യവസ്ഥയുടെ അവസാന വാക്കെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. കോടതിയെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ കോടതി അലക്ഷ്യമാവും. പക്ഷേ ഞാൻ കോടതിയൊന്നും പറയുന്നില്ല. എന്നാലും ഈ TG മോഹൻദാസിനെ പോലെയുള്ള ഒരു കിളവന്, ഇവനെ പോലെ ഒരു വാഴയ്ക്കൊക്കെ അറസ്റ്റ് വാറണ്ട് കൊടുക്കേണ്ട ആവശ്യകതയുണ്ടോ കോടതി എന്ന് ഞാൻ ചോദിക്കുകയാണ് കേട്ടോ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പരാമർശം ഞാൻ കണ്ടു. TG മോഹൻദാസിന് മുൻകൂട്ടി അറസ്റ്റ് വാറണ്ട് കൊടുക്കാതെയാണ് വീട്ടിലേക്ക് പോയി അറസ്റ്റ് ചെയ്തതെന്നും അവധി ദിവസം കസ്റ്റഡിയിലെടുത്തത് നീതി നിഷേധമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ പറഞ്ഞത്. ഈ നാട്ടിലെ കൊലപാതകികൾക്കും ഈ നാട്ടിൽ സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്നവർക്കും സ്ത്രീത്വത്തെ അധിക്ഷേപിക്കുന്നവർക്കും ഈ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാന വ്യവസ്ഥ അനുശാസിക്കുന്ന രീതിയിൽ തന്നെയാണ് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും
സ്ത്രീകളെയും എല്ലാവരെയും ഇന്ത്യൻ പൗരന്മാരെ മുഴുവനും വെടിവെച്ച് കൊല്ലണമെന്നും അവരെ ബലാത്സംഗം ചെയ്യണമെന്നും ആഗ്രഹിച്ച ഈ തന്തയ്ക്ക് പറക്കാത്തവനെ അറസ്റ്റ് ചെയ്യുന്നതിന് എന്തിനാണ് ഈ പറയുന്ന ഈ വാറണ്ടും കോപ്പും ഒക്കെ? ഇവൻ്റെ വീട്ടിലെ ഇവൻ്റെ മക്കൾക്കും ഇവൻ്റെ അമ്മയ്ക്കും ഇവൻ്റെ പെങ്ങൾക്കും ഇവൻ്റെ ഭാര്യയ്ക്കും ഇവൻ്റെ ആരൊക്കെയുണ്ടോ ആ സ്ത്രീകൾക്കെല്ലാം ഇവൻ്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവൻ അവരെ എങ്ങനെയാണ് കാണുന്നത് നമുക്കറിയില്ല കേട്ടോ. ഇന്ത്യൻ പൗരന്മാരെ പീഡിപ്പിക്കുന്നതിൽ കൂടി ആനന്ദം കണ്ടെത്തുന്ന ഈ മഹാനായിട്ടുള്ള പലതന്തയ്ക്ക് പറഞ്ഞ ടി ജി മോഹൻദാസിന് സ്വന്തം വീട്ടിലുള്ളവരെയും പീഡിപ്പിക്കാൻ വലിയ സന്തോഷവും വലിയ ആഗ്രഹമൊക്കെ കാണുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇന്നലെ ഹാഷ്മിയുടെ ബാക്കി വാക്കുകൾ കേട്ടു നോക്കാം. റാങ്ക് ആൻഡ് ഫയൽ ഒരു പോലീസ് സംവിധാനം ഒന്നാകെ ഒരു പയ്യന്റെ പിന്നാലെ കാലുവെന്ത് ഭ്രാന്ത് പിടിച്ചോടിയപ്പോൾ ചോദ്യങ്ങൾ ഉയർന്നപ്പോഴാണ് കെട്ടും കിടന്നപ്പോൾ അങ്ങോട്ടേക്ക് താല്പര്യമില്ലാത്തൊരു പോക്ക്. ഞെക്കി ഞെരുങ്ങി മുഖ്യമൂലയാണ് അറസ്റ്റ് എന്നതിന് രാഖി രാമാനം കിട്ടിയ ജാമ്യം സാക്ഷ്യം. ഇവിടെ ഒരു സർക്കാരുണ്ട്, അതിനൊരു രാഷ്ട്രീയ നയമുണ്ടെന്ന് പുല്ലുവില കൊടുക്കാതെ ഒരു ബ്യൂറോക്രാറ്റിക് തലവനിറക്കിയ വന്ദേമാതരത്തിന് മാത്രമല്ല, സർക്കാരുമായിട്ടുമല്ല. ഓന്തുപോലും നാണിക്കുന്ന മട്ടിൽ PMC-യിൽ കണ്ട മറിച്ചടി. വീട് വെക്കുമ്പോൾ ഒരു ചക്കാത്ത ചാപ്പയ്ക്ക് എന്താ കുഴപ്പമെന്ന ചോദ്യം. ഞങ്ങളില്ലേ ഏറ്റുമുട്ടാൻ എന്ന അരാഷ്ട്രീയ ആംബിയറെല്ലാം എമ്പാടും കണ്ടതാണ് പോയ മാസങ്ങൾ. സംഘത്തോട് സാഷ്ടാംഗ വിധേയത്വം എന്ന് പ്രതിപക്ഷം ആരോപണം ചുമ്മാതാണോ? ഇനി ആ സവർക്കറെ ചാരി ദേശസ്നേഹം പഠിപ്പിക്കാൻ പിന്നെയും ഇറങ്ങാനാണ് ഒരു സംഘം. ആ ബ്രിട്ടീഷ് ഗവൺമെന്റ് അപാരമായ ഔദാര്യത്താൽ ദയാവായ്പിനാൽ വിട്ടയച്ചാൽ ആ സാമ്രാജ്യത്വ വ്യവസ്ഥയോട് പരിപൂർണ വിധേയത്വം പ്രഖ്യാപിക്കാമേ. ഈ പ്രോഡിഗൽ സൺ, മുടിയനായ പുത്രൻ, ആ ബ്രിട്ടീഷ് രക്ഷിതാവിന്റെ വാദനയനങ്ങളല്ലാതെ എങ്ങോട്ട് പോവാനാണ്? കാരുണ്യ സാമ്രാജ്യമേ കൈവിടല്ലേ എന്നൊക്കെയാണ് ദാസ്യം മടക്കുന്ന അപ്പോളജി. 1 ആണോ 9 ഈ രാജ്യത്തിന് വേണ്ടി ഇൻകുലാബിന്റെ മുദ്രാവാക്യത്തിൽ യാചിക്കാതെ കഴിവനം കയറിയ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്, അഷ്ഫാഖുല്ലാ ഖാൻ, നായകന്മാരുടെ ഗ്ലോറിയസ് ഹീറോയിക് VS ബർണാൾക്കിടയിൽ ഈ മാപ്പഴുത്തിന്റെ പൈതൃകം തള്ളുന്നവർക്ക് ലജ്ജ വേണം, ലജ്ജ. ആ ലെഗസിയും വെച്ച് ഈ മഹാരാജ്യത്തെ പേട്രിയോട്ടിസം പഠിപ്പിക്കുന്ന അടിപൊളി മറുപടി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. ഹാഷ്മിക്ക് ഒരു ബിഗ് സല്യൂട്ട് ഞാൻ നൽകുകയാണ്. കാരണം ഇതുപോലെയുള്ള വർഗീയവാദികൾക്ക് അല്ലെ വർഗീയ ശക്തികൾക്കെതിരെ ഈ രീതിയിൽ തന്നെ പ്രതികരിക്കണം എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തതിൽ വലിയ വിഷമമുള്ള സംഘമിത്രങ്ങളെ നിങ്ങളിതൊന്ന് കണ്ണു തുറന്ന് കാണണം കേട്ടോ. ടി ജി മോഹൻദാസ് എന്ന് പറയുന്നവനെ നിങ്ങൾക്ക് വലിയൊരു സംഭവമായിരിക്കാം, അല്ല അവൻ നിങ്ങൾക്ക് വലിയൊരു സംഭവമായിരിക്കാം. എന്നാൽ കേരളത്തിലെ പൗരന്മാരെ അല്ലെ ഇന്ത്യയിലെ പൗരന്മാരെ അധിക്ഷേപിച്ച ആ നായിൻ്റെ മകൻ ഇവിടെയുള്ളവർക്ക് വെറും തന്തയില്ലാത്തവൻ തന്നെയാണ്. അവനെ ഇനിയും അറസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെ അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും പറയുന്നത്. പക്ഷേ അതുണ്ടാവില്ല, നമുക്ക് നന്നായിട്ടറിയാം. ഇവിടെ ഇരട്ടത്താപ്പും ഡബിൾ നീതിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതെന്തായാലും ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അർജുനായിക്ക് അറസ്റ്റ് ചെയ്യാൻ കാണിച്ച വ്യഗ്രതയൊന്നും അല്ലെങ്കിൽ അർജുനായിക്ക് ഒരു വലിയ വീരപരിവേഷം കൊടുത്ത രീതിയിലുള്ള പ്രഹസനങ്ങളൊന്നും ഈ വിഷയത്തിൽ ഉണ്ടാവുകയേ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, ഉണ്ടാവാനേ പോകുന്നില്ല.